ഒക്ടോബർ 25 മുതൽ നവംബർ 7 വരെ ലിയണൽ മെസ്സി കേരളത്തിലുണ്ടാകുമെന്നാണ് കായിക വകുപ്പ് മന്ത്രി അറിയിച്ചത്. മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്നതടക്കം പരിഗണനയിലുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. അവരുടെ ഫ്രണ്ട്ലി മാച്ചിന് പുറമെ നിങ്ങളുടെയൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇതിൽ അർജന്റീന ടീമിന്റെ സന്ദർശനത്തിന്റെ ഒരു സമയക്രമം മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു ആ വേദിയിൽ ചെയ്തത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ നവംബറിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രഖ്യാപനം കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം എപ്പോഴാണ് മെസ്സി എത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു എല്ലാവർക്കും. അതായത് ഈ ഫുട്ബോൾ ഫാൻസുകാർക്കൊക്കെ, ആരാധകർക്കൊക്കെ അത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. മെസ്സി എത്തുമോ, മെസ്സി കേരളത്തിലേക്ക് എത്തുമോ, കളിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദൂരീകരിക്കുന്നതാണ്, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആശങ്കയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ കായിക മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത്. കോഴിക്കോട് നടന്ന ഒരു പൊതുപരിപാടിയിൽ, ഒരു പരസ്യത്തിന്റെ ഒരു പരിപാടിയിലാണ്, ഒരു സ്വകാര്യ പരിപാടിയിൽ വെച്ചാണ് വി അബ്ദുറഹ്മാൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മെസ്സി ഫുട്ബോൾ മത്സരത്തിന് ഇറങ്ങും എന്നതിലുപരി ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകുന്നു എന്നുള്ളൊരു സുപ്രധാനമായ കാര്യം കൂടി മന്ത്രി പ്രഖ്യാപിക്കുന്നു. അതായത് മെസ്സിക്കെത്തുന്ന അർജന്റീന ടീം കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്, അത്തരമൊരു തീരുമാനത്തിലേക്കാണ്, അത്തരമൊരു വിവരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഈ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒക്ടോബർ 25 മുതൽ നവംബർ 7 വരെ എന്ന് പറയുമ്പോൾ വളരെ ദീർഘമായ കാലയളവാണ്. അത്രയും ദിവസം അർജന്റീന ടീമിന് എന്തൊക്കെ പരിപാടികൾ ഉണ്ട് കേരളത്തിൽ എന്നത് മന്ത്രി കൃത്യമായി വിശദീകരിച്ചു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ അല്ലേ? ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കായിക മന്ത്രിയുടെ പ്രഖ്യാപനം. അതിനിടയിൽ 2 മത്സരങ്ങൾ അർജന്റീന ടീം കേരളത്തിൽ കളിക്കും. ഒപ്പം തന്നെ ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകും മെസ്സി, ആരാധകരുമായി സംവദിക്കും മെസ്സി തുടങ്ങിയ കാര്യങ്ങളാണ് കായിക മന്ത്രി ഈ ഒരു പരിപാടിയിൽ, ഒരു സ്വകാര്യ പരിപാടിക്കിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണിത്. കാരണം നേരത്തെ തന്നെ മെസ്സി എത്തും, അർജന്റീനിയൻ ടീം എത്തും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മെസ്സി തന്നെ എത്തുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു. കാരണം ഇതിഹാസ തുല്യനായ ഒരു കായിക താരമാണ് അദ്ദേഹം. കേരളത്തിലേക്ക് എത്തുമോ, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ആ രീതിയിൽ, അതുമായി മെച്ചപ്പെട്ടൊരു ഗ്രൗണ്ട് സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അർജന്റീന പോലെയുള്ള ഒരു ടീം ഇവിടേക്ക് എത്തുമ്പോൾ ലോക ചാമ്പ്യന്മാരാണ്, 2022 ഖത്തറിൽ വേൾഡ് കപ്പ് നേടിയ ടീമാണ്. അപ്പോൾ അവർ ഇവിടേക്ക് എത്തുമ്പോൾ അതിന് പര്യാപ്തമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെസ്സി തന്നെ കളത്തിൽ ഇറങ്ങുമോ തുടങ്ങിയ ആശങ്കകൾ, സംശയങ്ങളൊക്കെ ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദൂരീകരിക്കുന്നു മന്ത്രി. ഈ ഒരു പരിപാടിയിൽ മന്ത്രി പ്രഖ്യാപിക്കുന്നു ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി ഇവിടെ ഉണ്ടാകും. 2 മത്സരങ്ങൾ അർജന്റീന ടീം ഇവിടെ കളിക്കും. ഏത് ടീമിനെതിരെയാണ് ഈ മത്സരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 2 മത്സരങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അർജന്റീന പോലെയുള്ള ഒരു ടീം കേരളത്തിലേക്ക് എത്തും. ശരി അഭിജിത്ത്, അതിൽ എന്താണ് അതിന്റെ സമയക്രമം സമ്പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിൽ ഉണ്ടാകും. 2 മത്സരങ്ങളിൽ കളിക്കുന്നുണ്ട്. അതുകൂടാതെ ആരാധകർക്ക് വേണ്ടി ഒരു വേദി ഒരുക്കും. ഇത്രയും കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിൻ്റെ കൂടുതൽ ഷെഡ്യൂൾ, സമയക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, മറ്റു പരിപാടികൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകി.